വെൽക്കം ടു ഡേ 8 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജാക്ക് ആണ് ആൻഡ് ഹി ഈസ് എ ബംഗാൾ കാറ്റ്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ 1960s US നടന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ ക്രോസ് ബ്രീഡിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രീഡാണ് ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യൻ ലെപ്പേർഡ് കാറ്റ്സും അമേരിക്കൻ ഡൊമസ്റ്റിക് ബ്രീഡ്സ് ആയിട്ടുള്ള അമേരിക്കൻ ഷോർട്ട് ഹെയർ ആൻഡ് ഈജിപ്ഷ്യൻ മൗവിന്റെ ഒക്കെ ക്രോസ് ബ്രീഡ് ആയിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള ഒരു ലുക്കും അറ്റ് ദ സെയിം ടൈം ഡൊമസ്റ്റിക് കാറ്റിന്റെ ടെമ്പർമെന്റും ആയിട്ടുള്ള ഒരു ബ്രീഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ ബംഗാൾ കാറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രീഡിനെ നമുക്ക് കിട്ടി. ലേറ്റർ അവർക്ക് ഇന്റർനാഷണൽ കാറ്റ് അസോസിയേഷന്റെ അപ്രൂവൽ കിട്ടുകയും ആൻഡ് അത് കഴിഞ്ഞിട്ട് 1991 ചാമ്പ്യൻഷിപ്പ് ബ്രീഡായിട്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പിയറൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്പോട്ടിങ്സ് ആണ്. ആൻഡ് നമ്മുടെ ലെപ്പേർഡ്സ് ആൻഡ് ജാഗോറിനൊക്കെ റിസംബിൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇവരുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ടെമ്പർമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, ട്രെയിനബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. കുട്ടികളൊക്കെ ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള ടെമ്പർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. നന്നായിട്ട് കളിക്കാനും അത്യാവശ്യം നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഒത്തിരി ക്ലൈംബിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡും കൂടിയാണ് ബംഗാൾ കാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഇവരൊരു മീഡിയം സൈസ് കാറ്റ്സ് ആണ്. ജനറലി ആണുങ്ങള് മെയിൽസ് ഫീമെയിൽസിനെക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. വെയ്റ്റ്സ് അപ് ടു 7 kg. ഇവരുടെ കോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഷോർട്ടായ നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടാണ്, നല്ല സോഫ്റ്റും ആണ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി മെയിന്റനൻസ് വളരെ കുറവാണ്. നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇവരുടെ ലൈഫ് സ്പാൻ ഒക്കെ എന്ന് പറയുന്നത് ഒരു 16 years പ്ലസ് ഒക്കെ വരും. അപ്പോൾ നല്ല ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ആൻഡ് പിന്നെ അഗ്രഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ചെറുപ്പത്തിലെ മുതൽ തന്നെ നല്ലോണം സോഷ്യലൈസ് ചെയ്ത് ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റ് പെറ്റ്സിനോട് അല്ലെങ്കിൽ മറ്റ് കാറ്റ്സിനോടൊക്കെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്രീഡും കൂടിയാണ്. ബൈ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.